ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിന് DAP കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ DAP ഞാനിതുവരെ DAP അഗ്ലോണിമ പ്ലാന്റ്സിന് കൊടുത്തിട്ടില്ല. കലാത്തിയ അഗ്ലോണിമ പ്ലാന്റ്സിനൊന്നും DAP ഇതുവരെ കൊടുത്തില്ല. DAP ഒരു ഫ്ലവറിംഗ് ബൂസ്റ്റർ അതുകൊണ്ട് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികൾക്കാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് DAPയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കാണണം. ഞാൻ കൊടുക്കാറുള്ളത് ബാസാക്കോട്ടോ ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട്. ബാസാക്കോട്ടോ ഫെർട്ടിലൈസർ നമ്മൾ പറയുന്നത് എന്താണ്, ഇത് കൊടുത്താൽ 5 മാസത്തേക്ക് വളം കൊടുക്കേണ്ടതാണ് പറയല്. കാരണം ഇത് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ ബാസാക്കോട്ടോ ഫെർട്ടിലൈസർ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല 4-5 മാസത്തേക്ക് നമുക്ക് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ബാസാക്കോട്ടോ ഫെർട്ടിലൈസർ അല്ല നമ്മൾ വേറെ വളം ഉപയോഗിക്കുക, NPK 19-19 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് NPK 19-19 ഇന്ന് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും കൊടുക്കാൻ വേണ്ടി ഡയലൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 15 ദിവസം കണ്ട് നമ്മൾ എല്ലുപൊടി കൊടുക്കുക. എല്ലുപൊടി നല്ലതാണ്, ചെടികളുടെ ഗ്രോത്തിനൊക്കെ നല്ലതാണ് എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി നമുക്ക് കൊടുക്കുക. എല്ലുപൊടി ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മളൊരു 3 ആഴ്ചത്തേക്ക് വളം കൊടുക്കണം. 3 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും NPK അല്ലെങ്കിലുള്ള നോവാടെക് അല്ലെങ്കിൽ ബാസാക്കോട്ടോ ഫെർട്ടിലൈസർ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെടികൾക്ക് നമ്മളിങ്ങനെ മാറി മാറി കൊടുത്താൽ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ നിലനിൽക്കണം. അപ്പോൾ ഈ 1 ഗ്രാം വെള്ളം 1 ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാമാണ് നമ്മൾ ഡയലൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ചെടിയുള്ളത് കൊണ്ട് കുറച്ച് ബൊഗൺവില്ല പ്ലാന്റ്സിനൊക്കെ ഒഴിക്കേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഡയലൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളെ അനുസരിച്ചിട്ട്, അതായത് ബക്കറ്റിലെ വെള്ളത്തിനനുസരിച്ചിട്ടാണ് ഒരു കണക്കിലാണ് എനിക്ക് എൻ്റെ കണക്ക് അറിയുന്നതുകൊണ്ട് ആ ഒരു കണക്കിൽ ഞാൻ ഇട്ടിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇലയിലോ തണ്ടിലോ ഒക്കെ നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക, എന്ത് വേണം ചെയ്യുക. അപ്പോൾ ഞാൻ ബൊഗൺവില്ല പ്ലാന്റ്സിനൊക്കെ ഞാൻ ചുവട്ടിലാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. കാരണം പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ മേലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. അപ്പം നമ്മൾ താഴെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളം കൊടുത്താൽ മതി കേട്ടോ. ഈ രീതിയിൽ നമുക്ക് കടല പിണ്ണാക്ക് കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെ കൊടുക്കുക. പക്ഷേ DAP ഞാൻ ഇതുവരെ ഈ ചെടികൾക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും ചിലപ്പോൾ. DAP നമുക്ക് വളമാണ്, പക്ഷേ പൂക്കളുടെ ചെടികൾക്കാണ് ഞാൻ തെച്ചിച്ചെടി, ബൊഗൺവില്ല പ്ലാന്റ്സ്, റോസാ ചെടിക്കൊക്കെയാണ് DAP ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ നോവാടെക് ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെടികൾക്ക് ഒരു 5-6 തരി എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്താൽ മതി.